സുരേഷ് കൈതച്ചിറ എന്ന AIYF സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ CPIന്റെ മണ്ഡലം കമ്മിറ്റി അംഗവുമായ സുരേഷ് കൈതച്ചിറക്കെതിരെയാണ്. കാരണം ആ ഒരു വ്യക്തിയാണ് ഇത് ഈ ഒരു കൊലക്കുറ്റത്തിനുള്ള കൊലക്ക് സമാനമായ ഒരു പ്രേരണ നൽകി ഇതിലേക്ക് നയിച്ചെന്നുള്ള ഉറപ്പായ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഷാഹിനയുടെ ഭർത്താവ് പേര് മുഹമ്മദ് സാദിഖ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. സാദിഖ്, താങ്കളുടെ ഭാര്യയുടെ മരണത്തില് എന്താണ് താങ്കൾക്കുള്ള സംശയങ്ങൾ? ഭാര്യയുടെ മരണത്തിലുള്ള സംശയം എന്ന് പറയാൻ കാരണം, ഞാൻ ഇപ്പോ 10-13 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം 10 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പോ ഞാൻ പോകുന്നതിന്റെ മുമ്പ് ഒരു 3 വർഷം മുമ്പാണ് വീട് വെക്കുന്ന ഒരു സാഹചര്യം വന്ന്. അങ്ങനെ വീട് വെക്കുന്ന സാഹചര്യം വന്ന് അവള് വീട് പ്രസ് ചെയ്തിട്ടാണ് എന്നെ കൊണ്ട് വിപ്പിച്ച് അത് വിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിറ്റ് അതിന് ശേഷം അവിടെ ഞങ്ങൾ ഇതൊരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അവിടെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ യാദൃശികമായിട്ട് ഈ സുരേഷ് കൈതച്ചിറ പറയുന്ന ഒരാളെ കാണാനിടയായി. അപ്പൊ ഞാനപ്പോ എന്താ നമ്മളൊരു സ്വാഭാവിക ഒരു രാഷ്ട്രീയക്കാരനാണ്, എന്നോട് പറഞ്ഞത് ഇയാളൊരു സഹായത്തിന് വന്നതാണെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഇവള് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തുടങ്ങി. AIYF എന്നുള്ള സംഘടനയിലാണ് സജീവമായത്. അപ്പൊ അങ്ങനെ അതില് സജീവമായതിനു ശേഷം ഇവൾ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാതെയും അതുപോലെ സ്വന്തം ഇഷ്ടത്തിന് നടക്കാറൊക്കെ തുടങ്ങി. അപ്പൊ ഞാനിത് ചോദ്യം ചെയ്തപ്പോ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാന്നുള്ള ഒരു നിലപാട് വന്നപ്പോ എനിക്ക് ഇതിലെന്തോ ഒരു സംശയം തോന്നി. എന്താണ് ഇപ്പൊ ഇത് ഇങ്ങനെ പെട്ടെന്ന് സ്വഭാവം മാറിയത്? അപ്പൊ ഞാനെന്ത് ചെയ്തു, ഇവരുടെ രാഷ്ട്രീയത്തിലുള്ള ആളുകളെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് നമ്പറുകൾ കളക്ട് ചെയ്ത് ഇവിടെ പല ജില്ലാ പ്രസിഡന്റ് വരെയുള്ള ആളുകൾ, സെക്രട്ടറി വരെയുള്ള ആളുകളൊക്കെ പലരും നമ്പർ വാങ്ങി വിളിച്ചു. എന്നിട്ട് ഞാൻ അതുപോലെ ഇവിടെയുള്ള ആളുകൾ, മണ്ണാർക്കാടുള്ള ആളുകളെ വിളിച്ചു. അപ്പൊ എനിക്ക് വിവരം കിട്ടി, സുരേഷ് കൈതച്ചിറ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കൂടുതലായിട്ട് ഇവിടെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം, അതായത് മരണത്തിലേക്ക് എത്താനുള്ള, അതായത് അന്നെന്നോട് പറഞ്ഞത് ഇവള് എന്തോ ഒരു വിഷയമുണ്ട്, എന്റെ സംസാരങ്ങൾ കേൾക്കാതിരിക്കാനുള്ള കാരണം ഈ സുരേഷ് കൈതച്ചിറ ആവാനാണ് സാധ്യത. അവരിപ്പോ ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള പോക്കും, അതുപോലെ വീടൊരിക്കലുണ്ടായാലും, അതുപോലെ പാർട്ടിക്കാർ വേറെ എന്തെങ്കിലും പരിപാടി, അതുപോലെ കൂട്ടുകാരുടെ പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ ഇവനെ സെലക്ട് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളെ വിളിച്ചു പറഞ്ഞു ഇത് ഒഴിവാക്കണം, ഇത് ശരിയില്ല. അതുപോലെ ഈ സുരനെ വിളിച്ചു പറഞ്ഞു ഇത് ഈ കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാളാണ്, ഈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ എന്റെ വൈഫ് എന്നെ വിളിക്കും, എന്തിനാണ് സുരക്ക് വിളിക്കുമെന്ന് ചോദിക്കും. അപ്പോ ഈ ഒരു വിവരം എന്ത് ചെയ്യാണ്, സുര ആ സ്പോട്ടിൽ തന്നെ എന്റെ വൈഫിനോട് വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ വിഷയം വീണ്ടും വിളിച്ചു പറയും, സുരേഷ് ചെയ്തത് ശരിയായില്ല, ഞാൻ എന്നോട് നല്ലത് വിചാരിച്ചല്ലേ പറഞ്ഞത്, ഇങ്ങനെ ചെയ്താൽ എന്റെ വീട്ടിൽ എനിക്ക് വരേണ്ടി വരും, വീട്ടുകാരോട് ഈ വിഷയം അവതരിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോ ആ ഒരു വിഷയം പറഞ്ഞിട്ട് വീണ്ടും എന്റെ വൈഫ് വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തും, അതായത് എന്റെ കാര്യങ്ങൾ ഇടപെടേണ്ട, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും എന്നൊരു സാഹചര്യമാണ് വൈഫ് പറയുന്നുണ്ടായത്. അപ്പൊ ഇത് പറയാനുള്ള കാരണം സുര വീണ്ടും അപ്പോഴത്തേന് ഈ വിവരം ഇവിടെ കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് ഈ സുര എന്ത് ചെയ്ത് ഇവളുടെ കച്ചവടത്തില് ഇവന്റെ ഇവിടെ ചക്കിലാട്ടി വെളിച്ചെണ്ണ പറഞ്ഞ കോടതിപ്പടിയിൽ ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ അത് ഇവന്റെ സ്ഥാപനമാണ്, 10-20 ലക്ഷം മുടക്കുള്ള സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, ഇവളെ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇവളെന്ത് ചെയ്ത് ഇതിലേക്ക് വലിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാളെ കൂട്ടത്തിൽ കൂടുന്നത് ശരിയല്ല, അപ്പോ ഈ എന്റേതായ സ്വന്തം കാര്യം ചെയ്തതിൽ ചതി പറ്റാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വീട് വിപ്പിച്ചതൊക്കെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇവളെ ഇത് തന്ത്രപരമായി ചതിക്കുകയായിരുന്നു എന്നും. അതുപോലെ എന്നോട് 5 ലക്ഷം കടം ചോദിച്ചു, അവള് പറഞ്ഞു അവളെന്തോ പേഴ്സണൽ ലോൺ എടുത്ത് അവള് കട സ്വന്തമാക്കി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവൾ അതിന്റെ പ്രൂഫൊന്നും എനിക്ക് വിട്ടുതരാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി അവളൊന്നിരിക്കൽ അങ്ങനെ ചതിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ നിരന്തരം കുട്ടികൾ എന്നോട് പറയാറുണ്ട്, സുര വിളിക്കാറുണ്ട്, സുര വിളിച്ചാൽ ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്, സുര വിളിക്കുമ്പോൾ കുട്ടികളെ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, ആട്ടി വിടാറുണ്ട് എന്നൊക്കെ കുട്ടികൾ എന്നോട് പറയാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി വരെ സുര വിളിച്ചിരുന്നു, നേരം വെളുക്കുന്ന വരെ സംസാരിച്ചു. നേരം വെളുത്ത് കുട്ടി പാല് വാങ്ങാൻ പോയി വന്നപ്പോൾ സുര വിളിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി മോളിൽ പോയിട്ടാണ് ഈ ആത്മഹത്യ ചെയ്തത്. അപ്പൊ അവന് ആത്മഹത്യക്കുള്ള പ്രേരണ ചെയ്തിട്ട് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് എന്റെ ഉറപ്പുള്ള ഒരു നിഗമനം. അപ്പൊ ഇനി വേറൊരു വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനത്തെ ഉള്ള ആളുകളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് വാപ്പില്ലാത്തവരായ അവസ്ഥ ഇനി വേറൊരു മക്കൾക്ക് ഉണ്ടാവരുത്. പാർട്ടിയുടെ ഇവിടെയുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് നമ്പർ എടുത്ത് അവരോട് പറഞ്ഞാണ്. പക്ഷെ അവർക്കൊക്കെ ഇതില് ഇടപെടാൻ പേടിയായിട്ടാണോ ഇനി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അവരൊക്കെ ഈ വിഷയത്തില് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കണ്ടാകുന്നില്ല. പിന്നെ അതിനുശേഷമാണ് ഞാൻ ജില്ലാ
തലത്തിലുള്ള ആളുകൾക്ക് ഈ വിവരം ധരിപ്പിച്ച് അതിനുശേഷം ഈ സുര ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തുടങ്ങി. ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം മൂർച്ഛിച്ചു പോയി. കാരണം പിന്നെ ഇവരിനി വേറെന്തെങ്കിലും നിനക്ക് വഞ്ചിച്ചോന്നറിയില്ല വൈഫിനെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വേറെ വല്ല റിലേഷൻഷിപ്പിൽ വഞ്ചിക്കപ്പെട്ടത് കൊണ്ട് ഇവൻ മാറി നിൽക്കാൻ തുടങ്ങിയെന്നോ ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് മാറി നിൽക്കാൻ തുടങ്ങിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ആത്മഹത്യയിലേക്ക് എത്തിപ്പെട്ട്. അല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടികൾ ലഭിച്ചിരുന്നു? നേതാക്കന്മാരെ ഞങ്ങൾ അന്വേഷിക്കാം എന്നൊക്കെ പറയാന്നല്ലാതെ ഒരു വന്ന് ഈ വിഷയങ്ങള് പാർട്ടിയിൽ നിന്ന് ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നീ സ്വീകരിക്കാമായിരുന്നു എന്റെ വൈഫിനോട് വന്നിട്ടും. പിന്നെ അവൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ശക്തമായ ഒരു നിലപാടിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ളത് തന്നെയല്ലേ. അല്ലെങ്കിൽ അവര് മാറ്റി നിർത്തിയിട്ടെങ്കിലും ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമായിരുന്നു. ഇപ്പൊ ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ഈ പരാതി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടോ? അത് ഞാൻ ഇന്ന് എനിക്ക് രാവിലെ എത്തിയത്. അതിനുശേഷം ഈ 3ന്റെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്ത് എനിക്ക് ഇപ്പൊ കുറച്ചു മുമ്പാണ് ഒരു 3 മണി സമയത്താണ് ഒഴിവ് കിട്ടിയത്. അപ്പൊ ആ സമയത്ത് വന്ന് ഈ വിഷയം അവിടെ അവതരിപ്പിച്ചു. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഇത് അന്വേഷിച്ച സാറാണ്. അപ്പൊ ആ സാറിന്റെ കയ്യിലാണ് താക്കോലും ഈ വീടിന്റെ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചാവിയും ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ളൊരു മാഡമാണ് നമ്മളോട് വിവരങ്ങൾ അന്വേഷിച്ച് അത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നാളെ ചെന്ന് പരാതി രേഖാമൂലം എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. ഇതില് സാമ്പത്തിക ക്രമം നടന്നിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാടിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സാമ്പത്തികമായ വലിയൊരു ബാധ്യത എന്നോട് പൈസ ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനില്ല. പിന്നെ കുറച്ച് ഭാഷകളൊക്കെ ചില്ലറ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ വലിയൊരു 5 ലക്ഷം പോലത്തെ ഒരു സംഖ്യ ഒറ്റയടിക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരെ കൊണ്ട് കഴിയൂല. അപ്പൊ അവള് പിന്നെ വലിയൊരു സംഖ്യ ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവളുടെ പേരിൽ കിട്ടിയെന്നാ പറഞ്ഞത്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അവള് പറ്റിക്കപ്പെട്ടു എന്നാണ് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഇടപാടിന് ഇതിൽ സാധ്യത ഉണ്ട്. ഈ മരിക്കുന്നതിന്റെ തലേദിവസം നിങ്ങൾ ഭാര്യയായിട്ട് സംസാരിച്ചിരുന്നോ? മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഞങ്ങള് കുട്ടികളുടെ സുന്നത്തിന്റെ കാര്യങ്ങളെ പറ്റി, അതുപോലെ ബാക്കിയുള്ള വീട് കുട്ടികളുടെ പഠനത്തിന്റെ കാര്യങ്ങളെ പറ്റി ഒക്കെ സംസാരിച്ചിരുന്നു. ഇല്ല, അപ്പോഴൊന്നും എന്നോട് ഈ ഒരു വിഷയങ്ങളെ അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ അവരുമായിട്ടുള്ള സംസാരത്തിലും അവരുമായി നീ പോയി ഇനി ആത്മഹത്യ ചെയ്തോ, അല്ലാതെ ഞാൻ നിന്നെ സ്വീകരിക്കൂല എന്നുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയോ എന്നാണ് എനിക്ക് സംശയം. കാരണം ഞാൻ വരാനായി എന്ന് അവർക്കറിയാം. അപ്പൊ അങ്ങനെ ഞാൻ വരുമ്പോ കുട്ടികളെ ഇവിടെ ആക്കി പോകുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അതും സുരയാവാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാന് 3-4 മാസങ്ങൾക്ക് ശേഷം വരുന്നുള്ള കാര്യം ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ മരണം സംഭവിച്ചുകൊണ്ടാണ് പെട്ടെന്നുള്ള വരവുണ്ടായത്. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. ഞാനവിടെ ഡ്രൈവർ പണിയായിട്ട് ജോലി ചെയ്യും. ഇന്ന് ഈ വിഷയമായിട്ട് ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോയിരുന്നു. അപ്പൊ അവരുടെ നിന്ന് മൊഴിയെടുത്ത് അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താണ് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രിന്റ് ഔട്ടും കാര്യങ്ങളും ചോദിച്ചപ്പോ അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നാളെ നിങ്ങൾ വന്ന് ഇത് അന്വേഷിക്കുന്ന ഉദ്ദേശം 10 മണിക്ക് വരുള്ളൂ. നാളെ 10 മണിക്ക് എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിൽ ഇവിടെ ഇല്ല. അപ്പൊ നാളെ 10 മണിക്ക് ശേഷം വന്ന് പരാതി കൊടുക്കാൻ